ഇരിങ്ങാലക്കുടയുടെ ചരിത്രവും കലകളും സമരങ്ങളും വ്യക്തികളും ആഘോഷങ്ങളും വ്യവസായങ്ങളും സൗഹൃദങ്ങളുമെല്ലാം പ്രമേയമാക്കി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്ന അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ രചിച്ച മുക്കുടിപുരത്തെ വിശേഷങ്ങൾ ജസ്റ്റിസ് വി.ജി. അരുൺ കേരള ഫീഡ്സ് ചെയർമാൻ കെ. ശ്രീകുമാറിന് നൽകി പ്രകാശനം ചെയ്തു. ഗായത്രി ഹാളിൽ നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വീഡിയോ സന്ദേശത്തിലൂടെ ഉദ്ഘാടനം ചെയ്തു. കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വി.എസ്. വസന്തൻ, എൻ.കെ. ഉദയപ്രകാശ്, എം.കെ. അനിയൻ, അഡ്വക്കേറ്റ് കെ.ജെ. ജോൺസൺ എന്നിവർ ആശംസകൾ നേർന്നു. അഡ്വക്കേറ്റ് വിശ്വജിത്ത് തമ്പാൻ സ്വാഗതവും റഷീദ് കാറളം നന്ദിയും പറഞ്ഞു. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുസ്തക പബ്ലിക്കേഷൻസാണ് എഴുത്തുകാരന്റെ ജന്മദേശത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന മുക്കുടിപുരത്തെ വിശേഷങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മുഖ്യാതിഥി എന്ന വിശേഷണം നോട്ടീസിലുണ്ടെങ്കിലും ഒരു ബന്ധു, വിശ്വജിത്ത് പറഞ്ഞതുപോലെ ബന്ധു, കുറഞ്ഞ പക്ഷം ഒരു സുഹൃത്ത്, എല്ലാത്തിനും ഉപരി മുക്കുടിപുരത്തെ വിശേഷങ്ങളുടെ ഒരു സ്ഥിരം വായനക്കാരൻ, ആസ്വാദകൻ എന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വിശ്വജിത്ത് പറഞ്ഞു രാജേഷിൻ്റെ കഥ പറയാനുള്ള കഴിവിനെ കുറിച്ച്. ഈ കഥ പറയാനുള്ള കഴിവ് ഈ കുടുംബത്തിന് മറ്റു പലർക്കുമുണ്ട് എന്ന് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ്. ആ കഴിവിൻ്റെ ഒരു പ്രതിഫലനമാണ് മനോദർപ്പണത്തിലെ മായാത്ത മുദ്രകൾ എന്ന ശ്രീമതി മീനാക്ഷി തമ്പാൻ്റെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന കഥകൾ കഴിക്കുന്നതിനെ കുറിച്ചാണ്. കഴുകി വൃത്തിയാക്കിയ പ്ലേറ്റ് തിളച്ച വെള്ളമൊഴിച്ച് ഒന്നുകൂടി കഴുകി അതിലേക്ക് പകർന്നു കിട്ടുന്ന വെണ്ണ പോലെ വെന്ത ചെണ്ടമുറിയൻ കപ്പ, കാന്താരി മുളക് അല്പം പുളിയും ഇഞ്ചിയും പാകത്തിന് ഉപ്പ് ചേർത്ത് പച്ച വെളിച്ചെണ്ണയിൽ ചതച്ചുണ്ടാക്കുന്ന ചമ്മന്തിയും മുക്കി നാക്കിലേക്ക് തൊടുമ്പോൾ ഉറവ പൊട്ടി ഉമിനീർ വയറു നിറയെ കഴിക്കും. ഇത് വായിക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യമാത്ര പ്രസക്തമായി ഇത്ര തെളിമയോടെ ഇത് അവതരിപ്പിക്കാൻ കഴിയും. ഇത് തന്നെയാണ് മുക്കുടിപുരത്തെ വിശേഷങ്ങളിൽ പൂർണ്ണമായും നമ്മൾ കാണുന്നത്.